ഈ ചോറുണ്ടാക്കാൻ ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലിട്ട് മുക്കാൽ വേവായപ്പോൾ ഇതുപോലെ ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ആയാലും മതി. കുറച്ച് പ്രോൺസ് എടുത്ത് വെറുതെ മുളക് പൊടി ഉപ്പിട്ടിട്ട് ഇതുപോലെ ചട്ടിയിൽ ചെറുതാക്കി ഒന്ന് വറുത്തെടുക്കുകയാണ്. വല്ലാതെ മൊരിയൊന്നും വേണ്ട കേട്ടോ. അധികം എണ്ണയൊന്നും ഇല്ലാത്തൊരു പ്രിപ്പറേഷനാണ്. ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഷ്റൂമും കൂടി നമുക്ക് ചേർക്കാം. അതൊന്ന് ചെറുതായി ഈ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോയാ സോസും ചില്ലി സോസും മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ ചേർക്കാം കേട്ടോ, ചെറിയ പീസസ് ആക്കിയിട്ട്. ഇനിയിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പ്രോൺസ് ഇട്ട് കൊടുത്ത് പിന്നെ ഇനി വേറൊരു പാനിൽ ഒരു പീസ് മാത്രം ബട്ടർ ഇട്ട് കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു ഒട്ടലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. വല്ലാതെ ഫ്രൈ ആകണ്ട. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. സെലറി ചോപ്പ് ചെയ്ത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന പ്രോൺ വെജിറ്റബിൾ മിക്സും കൂടി ചേർക്കുക. പിന്നെ നല്ലതായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് ഇത് വെറും അച്ചാറിൻ്റെ കൂടെ ആയാലും മീൻ വറുത്തതിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.